ഹലോ, അസ്സലാമു അലൈക്കും. നമുക്ക് ഇന്നത്തെ ഒന്ന് കണ്ടു നോക്കാം. നമ്മളൊന്ന് വെള്ള പട്ടാണി മുളപ്പിച്ച് കറി വെക്കുന്നത്. മുളപ്പിച്ച ഒന്നുകൂടി പോഷകം കൂടും. നല്ല മുളയൊക്കെ പൊട്ടിയിട്ടുണ്ട്. 2 ദിവസം മുളപ്പിച്ചതാണ്. തക്കാളി, പച്ചമുളക്, വലിയ ഉള്ളി, കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം വാട്ടി കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പിട്ട് വാട്ടിയാൽ പെട്ടെന്ന് വാടിക്കിട്ടും. നമ്മളധികം മസാലകളൊന്നും ചേർക്കണില്ലെന്ന്. ഇന്ന് വേറെ ഒരു വെറൈറ്റി കറിയാണ് ഉണ്ടാക്കാൻ പോണത്. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി തൊലിയോട് കൂടെ നല്ലോണം കഴുകി ചതച്ചത്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് വലിയ ജീരകപ്പൊടി, ഇവ നല്ലോണം മൂത്ത് വരുമ്പോൾ നമുക്ക് കടല ഇട്ട് കൊടുക്കാം. മുളച്ച കടല ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വാട്ടി നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അടി പിടിക്കുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുക്കർ അടച്ച് വെച്ച് ഒരു വിസിലടിപ്പിക്കാം. അതിൻ്റെ കൂടെ കഴിക്കാൻ ഇന്ന് ദോശയാണ്, ഉഴുന്ന് ദോശ. വിസിലടിപ്പിച്ചു. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തു. തേങ്ങാപ്പാൽ ഒഴിച്ച കറിയാണ്. ഇന്ന് നമ്മളെ കുക്കർ ചതിച്ചു. അങ്ങനെ ദോശയും ചുട്ടെടുത്തു. ദോശൻ്റെ കൂടെ കഴിക്കാനുള്ള കറിയാണ്. കുറച്ച് കരിഞ്ഞു പോയി. ഞങ്ങളാ കരിഞ്ഞത് കൂട്ടിയാണ് കഴിച്ചത്. പക്ഷെ ഇന്നലെ വെച്ചതിലെക്കാട്ടിലും ടേസ്റ്റ് ഇന്നായിരുന്നു കറിക്ക്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചത് കൊണ്ടാവാം. ഉച്ചക്ക് ചക്കക്കുരു മുരിങ്ങയും കറിയാണ് ഉണ്ടാക്കാൻ പോണത്. ചക്കക്കുരു തൊലിക്കാതെ വിസിലടുപ്പിച്ചാൽ പെട്ടെന്നുണ്ട് തൊലിക്കാൻ. അങ്ങനെ വിസിലടുപ്പിച്ചു. ചക്കക്കുരു വെന്തു. ഇനി തോലെടുക്കാൻ എളുപ്പമുണ്ട്. വെള്ളത്തിൽ നിന്ന് ഊറ്റി വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞാൽ തോലെടുക്കുക. അങ്ങനെ മുരിങ്ങ പറമ്പ് പോയി ഒടിച്ചു കൊടുന്നു. നമ്മളെ തൊടുവിൽ തന്നെ ഉണ്ട് മുരിങ്ങ. നമുക്ക് മുരിങ്ങ ക്ലീനാക്കി എടുക്കാം. അങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകി ഓട്ടമുള്ള കൊട്ടയിൽ വെള്ളം ചോരാൻ വെച്ചു. അത് ചോറ് വെന്തിട്ടുണ്ട്. ചോറ് ഊറ്റിയെടുക്കാം. ഇന്ന് ഓട്ട ഉള്ള കൊട്ടയിലാണ് ചോറ് ഊറ്റിയെടുക്കുന്നത്. ഇതിൽ ഊറ്റിയെടുത്താൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവില്ല. പിന്നെ റൈസ് കുക്കറിൽ വെച്ച് അടച്ച് വെക്കലാണെന്ന് ചൂടാറൂല. മുരിങ്ങയ്ക്ക് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങയിൽ ജീരകപ്പൊടി, 4 ചെറിയ ഉള്ളി ഇട്ട് അരച്ചെടുക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ തൂമിച്ചെടുക്കാം. 2 ചീനാപ്പറങ്ങി മുളക് ഇട്ടു. തേങ്ങയും കുറച്ച് ചക്കക്കുരും കൂട്ടി അരച്ചെടുക്കാം. ഇനി വാടി വന്ന ഉള്ളിയിൽ കഴുകി വെച്ച മുരിങ്ങട്ട് കൊടുക്കാം. അതൊന്ന് വഴണ്ടി വരുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന്. ഉപ്പിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ അരച്ച് വെച്ച തേങ്ങയും ചക്കക്കുരും പാർന്ന് കൊടുക്കാം. അതിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് അരക്കാത്ത ചക്കക്കുരും ഇട്ട് കൊടുക്കുക. മിക്സി കഴുകിയ വെള്ളമാണ് പിന്നെ പാർന്ന് കൊടുക്കുന്നത്. അങ്ങനെ ചക്കക്കുരു മുരിങ്ങാക്കറി റെഡിയായി. പണ്ട് കാലങ്ങളിലൊക്കെ ഈ കറിയായിരുന്നു കൂടുതൽ. നല്ല വിറ്റാമിൻസാണ്. അങ്ങനെ കറി റെഡിയായി. അങ്ങനെയൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് കുറച്ച് കഷ്ണമീനും കുറച്ച് വലിയ മാന്തോൾ മീനുമാണ് കിട്ടിയിട്ടുള്ളത്. ഉപ്പിട്ട് നല്ലോണം ക്ലീനാക്കാം. കല്ലുപ്പിട്ടാണ് കഴുകുന്നത്. ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കാം. ഒഴിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയെടുത്തു.
നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ആദ്യം മാന്തളാണ് ഫ്രൈ ചെയ്യുന്നത്. ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇവ ഇട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം. അതിലൊരു കഷ്ണം മീനും വെച്ചിട്ടുണ്ട്, മാന്തൾ ഇഷ്ടമില്ലാത്തവർക്ക്. അപ്പോൾ ഇതിന് നമുക്ക് ആ കഷ്ണം മീനിൻ്റെ തല വറ്റിച്ചെടുക്കാം. തക്കാളി, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി തൊലി കളയാതെ നല്ലോണം കഴുകിയിട്ടാണ് ചതച്ചെടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് വലിയ ജീരകപ്പൊടി, കുറച്ച് കുരുമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. അത് വെന്ത് വരുമ്പോഴത്തിന് തിളക്കുമ്പോഴത്തിന് നമുക്ക് മറ്റേ മാന്തൾ മീൻ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ഇട്ട് ഇളക്കി ഫ്രൈ ചെയ്യാം. ഇത് ഇവിടെ ഫ്രൈ ആകുമ്പോഴത്തിന് നമുക്ക് തക്കാളി വെന്തിക്കണമെന്ന് ഇളക്കി നോക്കാം. തക്കാളി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് വാളൻപുളി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എന്ന പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കഴുകി വെച്ച തല ഇട്ട് കൊടുക്കാം. മുഴുവനായും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി മൂടി വെക്കാം. മാന്തൾ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു വശം നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഓരോന്നോരോന്നായി തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ മറ്റേ വശവും വെന്തു. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് മീൻതല വറ്റിച്ചെടുക്കാം. മൂടി വെച്ച് വറ്റിച്ചെടുക്കാം. നല്ലോണം വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ മീൻതല വറ്റിച്ചത് ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇവിടെ മീനിൻ്റെ തലയാണ് കൂടുതൽ കഴിക്കാറ്. കഷ്ണമീനിലേറെ ടേസ്റ്റ് തലക്കാണ്. പിന്നെ മാന്തൾ മീനും ഫ്രൈ ആയിട്ടുണ്ട്. ഇന്നലത്തെ വത്തലാണ് കുറച്ച് പൊരിക്കാനുള്ളത്, പൊരിച്ചെടുത്തതാണ്. അങ്ങനെ മീൻ റെഡിയായി. കമൻറ്റ്